നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ചെടി എല്ലാവർക്കും അറിയായിരിക്കും. സാൻസിവേറിയ അല്ലാന്നുണ്ടെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നും മദർ ഇൻ ലോസ് ടങ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ളതും മൂത്തതുമായിട്ടുള്ള ഒരു ഇല സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് കാണിക്കും പോലെ ചെറുതായിട്ട് മുറിക്കുക. ചരിച്ച് മുറിക്കണമായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഈ മണ്ണിൽ നമ്മൾ കുത്തി വെക്കുമ്പോൾ അതിന് മണ്ണുമായിട്ട് കൂടുതൽ ഏരിയ കോണ്ടാക്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് മുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചരിച്ച് മുറിച്ചതിന് ശേഷം പോട്ടി മിക്സ് നിറച്ചിട്ടുള്ള ചട്ടികളിൽ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ പോട്ടി മിക്സായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മേൽമണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പോട്ടി മിക്സിൽ നടുമ്പോഴത്തേക്ക് സാധാരണ ഒരു 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വേര് വരാൻ തുടങ്ങും. അപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ ചെറിയ ചെറിയ വേരുകൾ നമ്മൾ നട്ട കഷ്ണങ്ങളിൽ നിന്നും വരാൻ തുടങ്ങും. അപ്പം അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞാലേ ഇലകൾ വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇലകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ വേണമെങ്കിൽ പറിച്ച് മാറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ചട്ടികളിൽ നടാൻ പറ്റും. അപ്പോൾ ഇനി സാൻസിവേറിയ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് തൈ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഒരില മതി നമുക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒരില കൊണ്ട് നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് തൈ ചോദിക്കേണ്ട, ഒരില മാത്രം ചോദിച്ചുകൊണ്ട് പോരുക. നമുക്കിത് വീട്ടിൽ നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.